ഇവിടെ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഒരാൾ റേപ്പ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ആ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാരാണെന്ന് ഹീറോയിന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം ഇൻസ്പെക്ടറായ ഒരു ലേഡി പോലീസിനെ കാണാൻ വേണ്ടി ഹീറോയിൻ കാത്തിരിക്കും. പക്ഷെ ആ സമയത്ത് ഇവളെല്ലാം കണ്ടെത്തിയുന്ന പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. സോ നീ നടന്ന കാര്യം ആരോടെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ ജീവനോട് ഉണ്ടാവില്ല വേണ്ട ഹീറോയിനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. പക്ഷേ ഹീറോയിനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൾ നടന്ന ക്രൂരതയെ കുറിച്ച് ധൈര്യമായിട്ട് ഇൻസ്പെക്ടറോട് പറയും. തന്നെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന 3 പോലീസുകാരാണ്. അതുകൊണ്ട് എന്തോ നല്ല ഒരു അറസ്റ്റ് ആവശ്യപ്പെടും. പക്ഷേ ഇവൾ പറയുന്നതെല്ലാം കേൾക്കുന്ന ഇൻസ്പെക്ടർ ആണെങ്കിൽ ആ 3 പേരുടെ മേൽ തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും അറസ്റ്റ് വേണം ഹീറോയിന് വാക്ക് കൊടുക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ഈ 3 പോലീസുകാർക്കും ഹീറോയിന് അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന കാര്യം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ വീട്ടിൽ പോയി സമയം നോക്കിയിട്ട് സ്റ്റേഷനിൽ ബാക്കിയുള്ള പോലീസുകാരെയും പുറത്ത് പറഞ്ഞേക്കാണ്. എന്നിട്ട് ആ സ്റ്റേഷനിൽ ഒറ്റയ്ക്കുള്ള ഹീറോയിനെ ഇവന്മാരെ പിടിച്ച് വലിച്ച് റൂമിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഹീറോയിന്റെ ഡ്രസ് എല്ലാം അഴിച്ചു മാറ്റി ന്യൂഡായിട്ട് ഫോട്ടോസ് എടുത്ത് വെക്കും. ഒരു പക്ഷേ നാളെ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് നിന്റെ ഫോട്ടോ ലോകം മുഴുവൻ കാണുമ്പോൾ ഹീറോയിനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. സോ ഹീറോയിനും അമ്മമാർക്കെതിരെ കേസൊന്നും കൊടുക്കാതെ നാട്ടിലേക്ക് വരികയാണ്. പക്ഷെ ഇവളെ കൊണ്ട കാര്യം മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിനാണെങ്കിൽ നടന്ന കാര്യം അവളുടെ ബോയ് ഫ്രണ്ടിനോട് പറയും. പക്ഷെ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഹീറോയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാളും ചേർന്ന് ഒരു വക്കീലിന് സഹായത്തോടുകൂടി കേസ് കൊടുക്കുകയാണ്. അതേ സമയത്ത് ഹീറോയിൻ ഇങ്ങനെ കേസ് കൊടുത്ത കാര്യം 3 പോലീസുകാർക്കും അറിയാണ്. എവിഡൻസ് ഉണ്ടെങ്കിൽ അല്ലേ കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അവിടെയുള്ള എവിഡൻസ് എല്ലാം ക്ലിയർ ചെയ്യാൻ തീരുമാനിക്കും. പക്ഷേ അതേ സമയത്ത് അവിടേക്ക് എവിഡൻസ് കളിച്ചിട്ട് വരുന്ന ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇവന്മാർ അവിടെ ഉള്ളതാണ് ഇവർ അറസ്റ്റ് ചെയ്യാണ്. ക്ലൈമാക്സ് വേണമെങ്കിൽ കമന്റ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പ്രീവിയസ് പാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക.